ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. നമ്മുടെ പ്രിയ മമ്മൂക്കയ്ക്ക് ക്യാൻസർ ആണോ? അല്ലെങ്കിൽ ക്യാൻസർ സ്ഥിരീകരിച്ചു എന്ന് പല രീതിയിലുള്ള അഭ്യൂഹങ്ങളാണ് നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ കറങ്ങി നടക്കുന്നത്. എന്തായിരിക്കാം സത്യാവസ്ഥ? യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മമ്മൂട്ടിക്ക് ക്യാൻസർ ആണ് എന്നൊരു വിഭാഗം പറയുന്നുണ്ട്, അതുപോലെ തന്നെ ക്യാൻസർ അല്ല എന്നൊരു വിഭാഗം പറയുന്നുണ്ട്. കാരണം മലയാളത്തിലെ ഒരു പ്രമുഖ യൂട്യൂബ് ഓൺലൈൻ ചാനലാണ് ഇത്തരത്തിൽ ക്യാൻസർ വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പോൾ ആ ചാനലൊക്കെ പുറത്തു വിടുന്നതിന് മുമ്പേ തന്നെ എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ എന്നോട് വിളിച്ച് അന്വേഷിച്ചൊരു കാര്യം, മമ്മൂക്കയ്ക്ക് ക്യാൻസർ ആണോ, എന്തെങ്കിലും അറിയുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഈ സിനിമാ മേഖലയുമായിട്ടൊക്കെ കുറച്ച് കണക്ഷൻ ഉള്ള ആളാണ് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു സത്യാവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു യഥാർത്ഥ വശം എന്നുള്ളത് അപ്പോഴും നമുക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഇതിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ട്. മമ്മൂട്ടിക്ക് ക്യാൻസർ ആണ് അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് ക്യാൻസർ ഇല്ല എന്ന രണ്ട് ഭാഗങ്ങളും ഇവിടെ ചർച്ചയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മമ്മൂക്കയുടെ വീട്ടുകാർ ഔദ്യോഗികമായിട്ട് ഒരു ക്യാൻസർ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് വരെ നമുക്ക് അദ്ദേഹത്തിന് ക്യാൻസർ ആണ് എന്ന് പറയാനുള്ള റൈറ്റ് ഒന്നും നമുക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മളിവിടെ നോക്കേണ്ടതുണ്ട്. ഒന്ന്, മലയാളത്തിലെ ഒരു പ്രമുഖ പത്രമായിട്ടുള്ള ദീപിക ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. അതിലിങ്ങനെയാണ് പറയുന്നത്, അതായത് മമ്മൂട്ടിക്ക് ക്യാൻസർ ഉണ്ട്. മമ്മൂട്ടിക്ക് ക്യാൻസർ എന്ന് പറയുന്നത് കുടലിലാണ് ക്യാൻസർ വന്നിട്ടുള്ളത്. കുടലിലെ ക്യാൻസറിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ ആദ്യം അത് നമ്മുടെ ഈ പറയുന്ന പോലെ എറണാകുളത്തെ 2 പ്രമുഖ ആശുപത്രികളിൽ കാണിക്കുകയും അവിടുന്ന് ടെസ്റ്റ് ചെയ്യുകയും അത് ഒരു സംശയം തോന്നിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ് കൂടിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന ഈ പറയുന്ന അപ്പോളോ ഹോസ്പിറ്റൽ, തമിഴ്നാട്ടിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഹോസ്പിറ്റലാണ് അപ്പോളോയിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയും അവിടെ നിന്ന് ചെക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ക്യാൻസറോജനിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഈ ക്യാൻസർ തന്നെയാണ്. ക്യാൻസർ ആണ് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് ആരംഭിച്ചു എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ട് എന്നും, പക്ഷെ അത് പേടിക്കേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യമില്ല. ഒരു 3-4 റേഡിയേഷൻ തെറാപ്പി കൊണ്ട് തന്നെ, കീമോയിലേക്കൊന്നും പോകാതെ റേഡിയേഷൻ തെറാപ്പി കൊണ്ട് തന്നെ മാറുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് എന്നുമാണ് ദീപിക പത്രം പറയുന്നത്. അപ്പം ദീപികയെ പോലുള്ള ഒരു പ്രമുഖ പത്രം ഇത്തരത്തിലൊരു വാർത്ത കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും കാര്യമില്ലാതിരിക്കുമോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ ദീപികയ്ക്കെതിരെ മമ്മൂക്കയോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ കുടുംബങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും, മമ്മൂട്ടി കമ്പനിയോ, അങ്ങനെ ആരും തന്നെ ഒരു മാനനഷ്ട കേസ് കൊടുക്കുകയോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതികരണം നടത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് തിരുത്തി പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ദീപിക അല്ലെങ്കിൽ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കായിട്ട് വരുന്നതിനെക്കാട്ട് കൂടുതൽ നമ്മൾ വിശ്വാസമായിട്ട് എടുക്കുന്നതാണ് ഒരു പ്രമുഖ പത്രം അതിനെപ്പറ്റി പറയുമ്പോൾ. അപ്പോൾ ഉറപ്പായിട്ടും മമ്മൂക്കയ്ക്കാണെങ്കിലും മറ്റു അവർ കുടുംബാംഗങ്ങൾക്കാണെങ്കിലും അത് തിരുത്തി പറയാവുന്നതേ ഉള്ളായിരുന്നു. ഇത് തെറ്റായ വാർത്തയാണെന്ന്. നിലവിൽ ഇതുവരെ ആ ഒരു വാർത്തയോട് പ്രതികരിച്ചിട്ടുള്ളത് മമ്മൂക്കയുടെ PR ടീമാണെന്ന് നമ്മൾ കണ്ടു. PR ടീം കൃത്യമായിട്ട് വന്ന് പറഞ്ഞു മമ്മൂക്കയ്ക്ക് ആ ഒരു അസുഖം ഇല്ല. അപ്പോൾ അതിന്റെ പിന്നിൽ പല രീതിയിലുള്ള കാരണങ്ങൾ കാണുമായിരിക്കും. അല്ലെങ്കിൽ വേണമെങ്കിൽ മമ്മൂക്കയ്ക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ പറയാമായിരുന്നു, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും പറയാമായിരുന്നു, അദ്ദേഹത്തിന്റെ ലീഗൽ അഡ്വൈസേഴ്സിന് പറയാമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡോക്ടേഴ്സിന് പറയാമായിരുന്നു അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അസുഖമില്ല. നിലവിൽ ഇതുവരെ ആരും അത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതേപോലെ സിനിമാ മേഖലയിൽ നിന്നും ആരും ഇതുവരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു വാർത്തയായിട്ട് അല്ലെങ്കിൽ നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ബാക്കി പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഇത് വെച്ച് പല രീതിയിലുള്ള വാർത്തകളാണ് കൊടുത്തു വരുന്നത്. അല്ല, യഥാർത്ഥത്തിൽ മമ്മൂക്കയ്ക്ക് ഒരു ഛർദിയിൽ ആരംഭിച്ചതാണ് എന്നാണ് പല ആളുകളും പറയുന്നത്. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു ട്വീറ്റാണ്. ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, വരുൺ എന്നായിരുന്നു, അങ്ങനെ എന്തോ ആണ് ആ വ്യക്തിയുടെ പേരെന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത്. കൃത്യമായി എനിക്ക് ഓർമ്മയില്ല, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അയാളുടെ ഒരു പോസ്റ്റ് വരികയാണ്. അതായത് മഹേഷ് നാരായണനും മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു മെഗാ സിനിമ ഇപ്പോൾ ഷൂട്ട് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ ഷൂട്ട് മാറ്റിവെച്ചു, നീട്ടിവെച്ചിരിക്കുന്നു എന്നാണ് പുറത്തു വന്ന വാർത്തകൾ. അതിൽ പറഞ്ഞത് ഒരുപക്ഷെ ആ സിനിമ തന്നെ ഇല്ലാതായി എന്ന തരത്തിലൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടന്നു. പക്ഷെ അതല്ല സത്യം. ആ ഷൂട്ട് കുറച്ച് മാറ്റിവെച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് മമ്മൂക്കയ്ക്ക് ക്രോണിക് ഇൽനെസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്, ക്രോണിക് ഇൽനെസ് ഉണ്ട് എന്നാണ് അദ്ദേഹം അതിൽ പറയുന്നത്. അത് ക്യാൻസർ ആണ് എന്നുള്ള വാർത്ത അദ്ദേഹമല്ല പറയുന്നത്, അതിനോട് അനുബന്ധിച്ച് വന്ന പല സോഷ്യൽ മീഡിയയിൽ നിന്നാണ് ഇത്തരത്തിലൊരു വാർത്ത വന്നത്. നമുക്കൊരു കാര്യം ആലോചിക്കണം. മമ്മൂക്കയെ പോലുള്ള ഒരു താരത്തിന് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞ് വെറുതെ കുറേ ആളുകൾ അടിച്ചിറക്കുകയാണെങ്കിൽ അത് വലിയ പ്രശ്നം തന്നെയാണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത്, മമ്മൂക്ക എന്തിനും സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായിട്ടുള്ള വ്യക്തിയാണ്.
എന്നെ സംബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ടീമുണ്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന അവരോ ഈ മമ്മൂക്കയുടെ ഔദ്യോഗികമായിട്ടുള്ള ഫേസ്ബുക്ക് പേജിൽ വന്നുകൊണ്ട് ഈ ഒരു സംഭവം ഇല്ലാത്തതാണ്, വെറുതെ ചുമ്മാ പറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊടുത്താൽ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. പക്ഷേ അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ദുൽഖർ സൽമാനോ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളോ ജോർജ്, മമ്മൂട്ടി കമ്പനി, ഇവരാരുടെ ഭാഗത്തുനിന്നും അത്തരത്തിലൊരു വാർത്ത വന്നിട്ടില്ല. പിന്നെ വന്നത് PR ടീം എന്ന് പറയുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് വാർത്ത വന്നു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്. PR ടീമിന് ഒരിക്കലും മമ്മൂക്കയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ട് എന്ന് പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കരിയറിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഈ സോഷ്യൽ മീഡിയ യുദ്ധം എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോഴും നമുക്കറിയില്ല. പക്ഷെ ദീപിക ഇത്തരം ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു നമ്മളിതിന് മുൻപും പല സിനിമാ താരങ്ങളുടെ സാമന്ത പ്രഭുവിന്റെ ആണെങ്കിലും ഇവരൊക്കെ ഇവരുടെ അസുഖങ്ങളെ പറ്റി വന്ന് ട്വീറ്റ് ചെയ്യുന്നതാണെങ്കിലും പോസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവരെന്ന് പറയുന്നത് ഓൾറെഡി ആ ഒരു അസുഖം സ്ഥിരീകരിച്ചു അതിനുശേഷം ഒരു സ്റ്റേജിന് ശേഷമായിരിക്കാം വന്ന് തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഇത് തുറന്നു വന്നിട്ടുണ്ട്. മമത മോഹൻദാസ് ആണെങ്കിലും പല താരങ്ങൾ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ തനിക്ക് ഇങ്ങനെ ഒരു രോഗമുണ്ട്, താൻ ഈ ഒരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന രീതിയിൽ വളരെ ക്ലിയർ ആയിട്ട് എന്നുവെച്ചാൽ ഇനി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വേറൊരാൾക്കും വാർത്ത ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെ സത്യാവസ്ഥ മൊത്തത്തിൽ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മമ്മൂക്കയെ പറ്റിയതും ഇത്ര ലക്ഷം കണക്കിന് ആളുകൾ ആരാധിക്കുന്ന ഒരു കഥാപാത്രമാണ് മമ്മൂക്കയുടെ. അല്ലെങ്കിൽ മമ്മൂക്കയുടെ പുതിയൊരു സിനിമ ബസൂക്ക തന്നെ നമ്മള് അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഒരു ബിലാലിന്റെ ഒരു ആക്ഷൻ ചിത്രം വരാൻ പോവുകയാണ്. ഇതൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു വാർത്ത വരുന്നത് മമ്മൂക്കയ്ക്ക് ക്യാൻസർ ആണ്. അപ്പോൾ ഇത് ബാക്കിയുള്ളവരാണെങ്കിൽ ഇപ്പൊ നമ്മൾ വെറുതെ സ്ക്രോൾ ചെയ്യുന്ന വിടുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു വാർത്ത കാണുമ്പോൾ അവിടെ സ്ട്രൈക്ക് ചെയ്തിട്ട് എല്ലാ മീഡിയ പ്ലാറ്റ്ഫോമിലേക്കും ചെക്ക് ചെല്ലും ഇത് സത്യമാണോ എന്നറിയാൻ. അപ്പൊ നോക്കുകയാണ് നമ്മുടെ ദീപികയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥിരീകരണമാവും മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ. പിന്നെ അടുത്ത ആൾ ഇപ്പൊ ഞാൻ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറെ കൂടെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അങ്ങനെ പല രീതിയിലുള്ള രീതി നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യുഗം ആകുമ്പോൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ആക്ട്രസസ് ഒക്കെ ആണെങ്കിൽ അതുകൊണ്ടായിരിക്കാം അവർ സ്വയമേ വന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു PR ടീമിനപ്പുറത്തേക്കും അവർ സ്വന്തം ഇൻസ്റ്റഗ്രാമിലൂടെ ഒക്കെ പങ്കുവെക്കുന്നത് തങ്ങൾക്ക് ഈ ഒരു അസുഖമുണ്ട്, ഇതിലൂടെ കടന്നു പോവുകയാണ്. ഇവരിങ്ങനെ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണെങ്കിൽ സമ്മതിക്ക് അല്ലെങ്കിൽ അവരിനി പുതിയ ജീവിതത്തിലേക്ക് വരട്ടെ ആ ഒരു രീതിയിലേക്ക്. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ചിന്തിക്കും ഇവര് ആശ്വസിപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവർക്ക് അസുഖത്തിന്റെ പേരിൽ ഇവർ അനുശോചിച്ചിട്ടുണ്ടോ, ഇതൊക്കെ ആയിരിക്കും ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അതിൽ ഞാനൊരു കഥ പറയാം. അതായത് പണ്ട് നമ്മുടെ കേരളത്തിൽ നടന്നൊരു കഥയാണ്. ഒരാളോട് പറഞ്ഞു, എടാ നീ ഒരു കാര്യം അറിയോ, അതായത് ഇന്നവൻ്റെ ഭാര്യ കാക്കയെ ഛർദ്ദിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇവർ ഭയങ്കര അത്ഭുതമായി. കാക്കയെ ഛർദ്ദിക്കാനോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ? സത്യമാണ്, കാക്കയെ ഛർദ്ദിച്ചു എന്ന് പറഞ്ഞു. അപ്പം നിന്നോട് ആരാ ഇത് പറഞ്ഞത്? എന്നോട് ഇന്നാൾ പറഞ്ഞതാണെന്ന് പറഞ്ഞു. ഇപ്പം ഇയാൾക്ക് ഭയങ്കര കൗതുകമാണ് ഇതൊക്കെ അറിയാൻ വേണ്ടി. അപ്പം പുള്ളി ഇയാളോട് പറഞ്ഞ ആൾ അന്വേഷിച്ചു പോയി. ഇയാളോട് ചോദിച്ചു എന്താണ് ഒരു കാക്കയെ ഛർദ്ദിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ ചോദിച്ചു കാക്കയോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരു കറുത്ത ചിറകുള്ള ഒരു വസ്തുവിനെ ഛർദ്ദിച്ചു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ ഏറ്റവും ഒടുവിൽ അവസാനം ഈ ഛർദ്ദിച്ച വ്യക്തിയുടെ അടുത്തെത്തി. അയാളോട് ചോദിച്ചു എന്താണ് ഛർദ്ദിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒരു കറുത്തൊരു വസ്തു ഛർദ്ദിച്ചു എന്ന് പറഞ്ഞു. ഇതാണ് കാക്കയെ ഛർദ്ദിച്ചു എന്നാക്കി മാറ്റിയത്. ഇത് നമ്മുടെ മലയാളികൾക്കും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾക്കും ഇതൊരു ട്രെൻഡാണ്. സത്യം എന്താണ് എന്നതിലപ്പുറത്തേക്ക് അതിനെ വളച്ചൊടുക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. മോഹൻലാലിന് എയ്ഡ്സ് ആണ് എന്ന് പറഞ്ഞു വരുത്തിയ കുറേ ആളുകളുണ്ടായിരുന്നു അവിടെ. മോഹൻലാലിന് തൊണ്ടയ്ക്ക് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞു വരുത്തിയ ആളുകളുണ്ടായിരുന്നു അവിടെ. അതൊന്നും യാഥാർത്ഥ്യമായിരുന്നില്ല. അദ്ദേഹത്തോട് തന്നെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കോ ഒരു പക്ഷെ ഉണ്ടാകുമായിരിക്കും, ഞാനറിയില്ല, ഞാൻ ടെസ്റ്റ് ചെയ്തതൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ആളാണ് മോഹൻലാൽ. അപ്പോൾ ആ രീതിയിൽ ഇവിടെ പല കാര്യങ്ങളെയും വളച്ചൊടുക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മമ്മൂക്കയ്ക്ക് ക്യാൻസർ ആണോ എന്ന് പറയുമ്പോൾ അതിനെ വെച്ചൊരു യുദ്ധം തന്നെ ആരംഭിക്കുകയാണ്. മമ്മൂട്ടിക്ക് ക്യാൻസർ ഉണ്ട്, മമ്മൂട്ടിക്ക് ക്യാൻസർ ഇല്ല. അതിനെ നിർകൃഷ്ടമായി അവതരിപ്പിക്കുന്ന കുറേ ആളുകൾ. മമ്മൂട്ടിക്ക് ക്യാൻസർ ആണോ, അങ്ങനെയാണോ, അതങ്ങനെ വരട്ടെ, വന്നാൽ എന്താ, ഇത്രയും വയസ്സായില്ല എന്നൊക്കെ ചോദിക്കുന്ന കുറേ ആളുകൾ. ഇനി അതല്ല, മമ്മൂക്കയ്ക്ക് ക്യാൻസറേ വരില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും അങ്ങനെ ഒരു സംഭവം സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫാൻ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരോടൊക്കെ പറയാനുള്ളത് ഒരു മനുഷ്യനാണ്, ചിലപ്പോൾ അസുഖങ്ങളൊക്കെ വന്നേക്കാം, അത് സ്വാഭാവികമാണ്, അതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ അറിഞ്ഞിടത്തോളം അദ്ദേഹത്തിൻ്റെ അസുഖമാണെങ്കിൽ തന്നെ അത് മാറ്റിയെടുക്കാൻ പറ്റുന്ന അസുഖം മാത്രമാണ്. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഒരാളുടെ സ്വകാര്യമായ കാര്യമാണ്, അതിനെ എടുത്തിട്ട് ഇങ്ങനെ അലക്കുന്നത് വളരെ മോശം ഒരു പ്രവണതയാണെന്ന് മാത്രമാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് പ്രൈവസികളുണ്ട്, അദ്ദേഹത്തിന് സ്വകാര്യതയുണ്ട്, കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നപ്പോൾ അവർ നമ്മളിത് ചർച്ച ചെയ്യുന്നില്ലേ, നമ്മൾ
ചർച്ച ചെയ്യുന്നത് ഇത്രയും ആളുകൾ ചർച്ച ചെയ്തതിൻ്റെ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. നമ്മളിത് വന്ന സമയത്ത് നമ്മളിത് എടുത്ത് ചർച്ച ചെയ്തില്ല. കാര്യം സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ നടക്കുന്നത് ഒരു നല്ല പ്രവണതയല്ല എന്ന് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് പറയേണ്ടി വരുന്നത് എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത്തരത്തിൽ മലയാള സിനിമയിൽ ഇപ്പം മമ്മൂക്കയായാലും ലാലേട്ടനായാലും ഇവരൊക്കെ മലയാളികളെ ഏറെ സ്വാധീനിക്കുന്ന നടന്മാരാണ്. അപ്പോൾ അവർക്കൊരു പ്രശ്നമുണ്ട് എന്ന് വരുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും അതിനെ അന്വേഷിക്കുകയും കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ നോർമലാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് കടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ പല കാര്യങ്ങളും. അറിയാതെ പല കാര്യങ്ങളും വിളിച്ചു പറയുകയാണ്. മമ്മൂക്കയ്ക്ക് അതിഭീകരമായ സംഭവങ്ങളാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. പലതരത്തിൽ ഇതിനെ വളച്ചൊടിക്കുന്ന ആളുകളുണ്ട്. അത്തരക്കാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇതൊരു ഒരു സോഷ്യൽ മീഡിയയിൽ എന്തും വന്ന് എഴുതി പോവാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ മറ്റു പലർക്കും അങ്ങനെയല്ല. യാഥാർത്ഥ്യം മനസ്സിലാക്കി, മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കി അതിനെ അതിൻ്റെതായ രീതിയിൽ കാണാൻ ശ്രമിക്കുക എന്നത് മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുക.